ഫ്രണ്ട്സ്, അങ്ങനെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ എത്തുകയാണ്. ഇന്നും നമ്മുടെ ടോപ്പിക് മയിരിനെ പറ്റിയാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ 20 സബ്സ്ക്രൈബറുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും ഈ മയിരിനെ പറ്റി ഒരു എപ്പിസോഡും കൂടെ അങ്ങ് ഓടട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് പിന്നെ നമ്മുടെ ഹൈദരാബാദിലുള്ള ഒരു കൂട്ടുകാരുണ്ട്, അബ്ദു എന്ന് പറയും. പുള്ളി ഇപ്പം മൈറ വാ ചായ കുടിക്കാൻ പോകാമെന്ന്. ഇപ്പം ഹൈദരാബാദുകാരനും പഠിച്ച് അങ്ങനെ. പിന്നെ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു കൂട്ടുകാരൻ പറയുകയാണ്, ഇത് മലപ്പുറത്ത് പക്കാ തെറിയാണ്, ഈ മയിര് എന്നുള്ള വാക്ക് ഭയങ്കര തെറിയാണെന്നാണ് മലപ്പുറംകാരൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി, ഈ മയിരിന് നമ്മുടെ കൊല്ലക്കാരുടെ മയിരിന് ചുനുപ്പും നമ്മുടെ മലപ്പുറംകാരൻ്റെ മയിരിന് വള്ളിയുമാണെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയൊക്കെ ഈ വീഡിയോ വന്നത് പിന്നെ മയിരൊരു പ്രശ്നമാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം മയിരെന്നുള്ള വിളിയുമാണ്. ഈ കൊല്ലത്തെ മയിരും മലപ്പുറത്തെ മയിരുമായിട്ട് ഉള്ള വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആ മയിരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന നമ്മുടെ മയിരിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു സ്ഥലമുണ്ട്, പറയാവോ? ഏതാ? മയിരിന് ഒരു പ്രസക്തിയില്ല. എന്താന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ കൊല്ലം പോലീസ് സ്റ്റേഷനുകളിൽ ഈ മയിരിന് ഒരു പ്രസക്തിയില്ല. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് കയറുകയാണ്. കൊല്ലത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ പറയുന്നത് എന്തുവാ, കയറി വാ മയിരെ ഇങ്ങോട്ട്. അതോടെ ഈ മയിരിൻ്റെ പ്രസക്തി അവിടെ തീർന്നു. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ മയിരില്ല, ഒരു മയിരും ഇല്ല. പിന്നെ ഇതിനൊക്കെ മേലെ, അതുക്കും മേലെയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ ഇനി അതിൽ പിടിച്ചങ്ങ് പോവും. അപ്പോൾ ഒരു പ്രസക്തി ഇല്ലാത്ത സ്ഥലം ഏതാണ്? നമ്മുടെ പോലീസ് സ്റ്റേഷൻ. കയറുന്ന അപ്പോഴുള്ള ഒരു പ്രസക്തി മാത്രമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ശരി, എവിടെ പോയാലും ശരി, നമ്മൾ തോക്കും ജയിക്കും, ഇതൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കും, ഇതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ IASന് ഒരു 10 പേര് കൊല്ലക്കാർ പോയി കഴിഞ്ഞ് ഒരു 2-3 പേര് തോക്കും. ഒരു IPSന് പോയാലും തോക്കും. ഡോക്ടറിന് പോയാലും 2-3 പേര് തോക്കും. നമ്മുടെ ഈ പൊതുവെയുള്ള കൊല്ലക്കാരുടെ പല കേസിലും നമ്മൾ തോറ്റു കൊടുക്കും. അത് വേറെ കേസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തോറ്റു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്ഥിതി ഉള്ളവരാണ് കൊല്ലക്കാർ. പക്ഷേ തെറി വിളിച്ച് തോൽപ്പിക്കാമെന്നെങ്ങാണം വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. ഞങ്ങൾ കൊല്ലക്കാർക്ക് ഇത് റാങ്കാണ്. തെറി വിളിച്ച് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ജില്ലക്കാരനും പറ്റത്തില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലക്കാരെ തെറി വിളിച്ച് തോൽപ്പിക്കണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ വീഡിയോയോട് കൂടി നമ്മൾ ഈ മയിരിൻ്റെ പിടിവിടുകയാണ്. നമ്മളിനി അടുത്ത ഒരു കൊല്ലക്കാരുടെ ഒരു നിത്യം ഉപയോഗിക്കുന്നൊരു വേടുണ്ട്, അതിൽ കയറി പിടിക്കും. അപ്പം ഈ മയിരിൽ നിന്ന് പിടിവിടുക. അപ്പോൾ ഇനിയിപ്പോൾ എന്നാൽ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഒന്നുമില്ല, പറയാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ അടുത്ത കണ്ടൻറ്റിൽ നമ്മൾ കയറി പിടിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും വീണ്ടും കാണാം.